ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. അതേസമയം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം ലോക്സഭയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം. വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ പ്രസ്താവന നടത്തുന്നതിനിടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നത് ജനാധിപത്യത്തെ കൊല്ലുന്നതെന്ന് മുദ്രാവാക്യം എഴുതിയ ബാനറുമായി പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം. സമഗ്ര വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, ആദ്യം രാജ്യസഭയിൽ നിന്ന് തുടങ്ങാം. രാജ്യസഭയിൽ അമേരിക്കയ്ക്കെതിരെ ഒരു വാക്കുമിണ്ടാതെ, അമേരിക്കയെ കുറ്റപ്പെടുത്താതെ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അതിക്രമത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് എസ് ജയശങ്കർ പറഞ്ഞത്? പ്രതിപക്ഷ പ്രതിഷേധം അടക്കം വിവരങ്ങളിലേക്ക്. അജിംഷാദ്, രാജ്യസഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് ഇന്ന് അരങ്ങേറിയത്. പ്രത്യേകിച്ച് ഈ ഒരു ഇറാനെതിരായിട്ടുള്ള അതിക്രമത്തിൽ, അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ സഭയിൽ പ്രസ്താവന പോരാ, അതിനു പകരം ചർച്ച വേണമെന്ന ഒരു ശക്തമായ ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. പക്ഷെ അത്തരത്തിലൊരു ചർച്ച അനുവദിക്കാൻ പ്രതിപക്ഷം തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി എത്തിയത്. പക്ഷേ പ്രതിഷേധത്തിനിടയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയാണ് ഉണ്ടായത്. എന്തായാലും വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയിൽ ഈ അമേരിക്ക നടത്തിയ അതിക്രമത്തിൽ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാതെ, അമേരിക്കയുടെ ഇസ്രായേലിന്റെ പേര് പോലും പറയാൻ തയ്യാറാകാതെയുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യം ഗൾഫ് മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായും വിഷ്ണു തലവൂർ, ശബ്ദം മുറിഞ്ഞു പോകുന്നു. അതായത് ഈ അമേരിക്കയെ കുറ്റപ്പെടുത്താതെയുള്ള പ്രസ്താവന എസ് ജയശങ്കർ നടത്തുന്നു. ഇതിനെതിരായ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നു. സഭ നിർത്തിവെച്ച് അത് ചർച്ച ചെയ്യണം, ആ പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്യണം, ഇന്ത്യയുടെ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. ഇതാണ് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടത്. അതിന്മേൽ ഉള്ള വിശദീകരണം ജയശങ്കർ നൽകുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് തൃപ്തമാകാത്ത സാഹചര്യം രൂപപ്പെടുന്നത് എങ്ങനെയൊക്കെയായിരുന്നു? അതായത് അമേരിക്കയോ ഇസ്രയേലിനെയോ അപലപിക്കാൻ തയ്യാറാകുന്നില്ല. ഖംനായുടെ മരണവുമായി ബന്ധപ്പെട്ട്, കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിന് ശേഷം ആണ്, 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിന് ശേഷമാണ് അനുശോചനം രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ട്. നമ്മുടെ അതിർത്തിയിൽ തന്നെ, സമുദ്രാതിർത്തിയിൽ തന്നെ അമേരിക്കയുടെ കപ്പൽ ആക്രമിക്കുന്ന, ഇറാൻ്റെ കപ്പൽ അമേരിക്ക ആക്രമിക്കുന്നതിലേക്ക് പോകുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇന്ത്യയുടെ അതിഥികളായി എത്തിയ ഇറാനിയൻ കപ്പൽ. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തിയാകും ചർച്ചയിലേക്ക് നീങ്ങിയത്. പക്ഷേ എസ് ജയശങ്കറിൻ്റെ വിശദീകരണം അത്തരത്തിലായിരുന്നില്ല. ഇന്ത്യയുടെ ഒരു വിധത്തിലുമുള്ള പ്രതിഷേധം, ആ ചേരിചേരാ നയത്തിൻ്റെ യശസ്സുകളൊക്കെ ഉയർത്തുന്ന ഇന്ത്യ, എല്ലാ കാലത്തും ലോകത്ത് അത്തരത്തിൽ അടയാളപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഒരു വിധത്തിലുമുള്ള നിലപാടിൻ്റെ മൂർച്ചയും ആ ജയശങ്കറിൻ്റെ വിശദീകരണത്തിൽ പോലും ഏറ്റവും കൂടുതൽ രാജ്യസഭയിൽ ഉണ്ടായില്ല. അതാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. ഇനി ലോക്സഭയിലേക്കെത്തിയാൽ, ലോക്സഭയിൽ ഓം ബിർളയ്ക്കെതിരായി ലോക്സഭാ സ്പീക്കർക്കെതിരായുള്ള അവിശ്വാസ പ്രമേയം, അത് ഏതൊക്കെ തരത്തിലാണ്? പ്രതിപക്ഷത്തിൻ്റെ വാമൂടിക്കെട്ടുന്ന സമീപനം മാത്രമല്ല, അംഗങ്ങൾക്കെതിരായുള്ള പരാമർശങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അപ്പോൾ ലോക്സഭയും 12 മണി വരെ, അതായത് ഈ അല്പം മുമ്പ് വരെ നിർത്തിവെക്കുന്നതിലേക്ക് പോയി. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ് പാർലമെൻറ്റ് കെട്ടിടത്തിന് മുന്നിൽ. വിഷ്ണു തലവൂർ. അജിംഷാദ്, ലോക്സഭയിലും ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ലോക്സഭയിലും പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ചർച്ച വേണം എന്ന് തന്നെയാണ്. നിലവിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞാൽ പ്രതിപക്ഷം നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടും. കാരണം ഇപ്പോൾ നടക്കുന്ന ആ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകളെ കുറിച്ചുള്ള പല ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് മോദിയുടെ നിലപാടുകൾ പ്രതിപക്ഷം കൃത്യമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടാകുന്ന പല പ്രസ്താവനകളും ഇന്ത്യയുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ട് ഇതിലൊക്കെ ഇന്ത്യ മൗനം പാലിക്കുന്നു എന്നതടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരമൊരു ചർച്ചയിലേക്ക് കടക്കാതെ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി ഈ ഒരു പ്രസ്താവനയിൽ മാത്രം ഒതുക്കുന്ന സമീപനം എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിനെതിരെ തന്നെയാണ് വലിയ തലത്തിലുള്ള പ്രതിഷേധം ഇരു സഭകളിലും നടക്കുന്നത്. അജിംഷാദ്.